നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സ്കോട്ട്ലൻഡിനെതിരെ ബ്രസീൽ വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 അവരുടെ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ എല്ലാ മത്സരങ്ങളിലും പ്ലേയിങ് 11 മാറ്റിയാണ് ആഞ്ചലോട്ടി കളിപ്പിച്ചിട്ടുള്ളത്. സ്കോട്ട്ലൻഡിനെതിരെയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ തന്നെ ആഞ്ചലോട്ടി ചില സൂചനകൾ തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി ന്യൂജേഴ്സിയിൽ അവിടുത്തെ സമയം രാവിലെ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് മയാമിയിലേക്ക് ടീം പറക്കുന്നത്. മയാമിയിലാണ് ആ ഒരു സ്കോട്ട്ലൻഡ് വേഴ്സസ് ബ്രസീൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മയാമി സ്റ്റേഡിയത്തിൽ, മയാമി ഗാർഡൻസിൽ കളി നടക്കും. അപ്പോൾ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ലൂയിസ് എൻട്രിക്ക് അല്ലെങ്കിൽ ഡ്രയാൻ ആയിരിക്കും റാഫിഞ്ഞയ്ക്ക് പകരം കളിക്കുക. രണ്ടുപേരെയും ഇന്നലെ അദ്ദേഹം ട്രെയിനിങ്ങിൽ ചില ഘട്ടങ്ങളിലായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. റാഫിഞ്ഞയ്ക്ക് ഒരു പകരക്കാരൻ എന്തായാലും വേണം. അദ്ദേഹം പരിക്കേറ്റ് കുറച്ച് മത്സരങ്ങൾ പുറത്തിരിക്കും. പിന്നെ ഡിഫൻസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഗാബ്രിയൽ മെഗല്ലസിന് റെസ്റ്റ് കൊടുക്കാൻ കോച്ച് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ലിയോ പെരീര ആ പൊസിഷനിൽ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ ലിയോ പെരീരയാണ് അദ്ദേഹം പരീക്ഷിച്ചത്. മുന്നേറ്റത്തിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, മാത്യൂസ് കുഞ്ഞക്കൊപ്പം എൻട്രിക്കിനെ കൂടി ഒരുമിച്ച് കളിപ്പിക്കുക. ഒന്നുകൂടി ആക്രമിച്ച് കളിക്കാൻ വേണ്ടി കോച്ച് തീരുമാനിക്കുന്നു എന്നർത്ഥം. കാരണം ഹെയ്റ്റിക്കെതിരെ മൊറോക്കോ എങ്ങനെയുള്ള ഗോൾ വർഷം നടത്തുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിനെതിരെ കൂടുതൽ ഗോളുകൾ ബ്രസീലിന് നേടേണ്ടതുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായില്ലെങ്കിൽ 2ാം സ്ഥാനമാണെങ്കിൽ പണി കിട്ടും. അങ്ങ് 2ാം സ്ഥാനമാണെങ്കിൽ പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് മോണ്ടറിയിലേക്ക് പോകണം. പല സിറ്റികളിലേക്ക് മാറി പോകണം. അത് ലോജിസ്റ്റിക്സ് ഒരു പ്രശ്നം ഉണ്ടാക്കും. അതല്ല, ഇപ്പോഴുള്ള ട്രെയിനിങ് ബേസിൽ തന്നെ നിന്നുകൊണ്ട് കളിക്കാൻ പറ്റും. ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്താണെങ്കിൽ റൗണ്ട് ഓഫ് 32ലും മറ്റുമൊക്കെ ഇപ്പോഴുള്ള ട്രെയിനിങ് ബേസിൽ നിന്നുകൊണ്ട് തന്നെ കളിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ട്രാവലുകൾ നടത്തിയാൽ മതി. അതാണിപ്പോൾ ബ്രസീൽ ലക്ഷ്യം വെക്കുന്നത്, 1ാം സ്ഥാനത്തേക്ക് എത്തണം. പിന്നെ സ്കോട്ട്ലൻഡിനെതിരെ നെയ്മർ കളിക്കുമെന്നാണ് സൂചന. നെയ്മർക്ക് പുതിയ റോളായിരിക്കുമെന്ന് കോച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഇടത് വിങ്ങിലാണ് സാധാരണ നെയ്മർ കളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വിങ്ങറായിട്ട് ഇനി നെയ്മറെ ഉപയോഗപ്പെടുത്താൻ ആഞ്ചലോട്ടി താല്പര്യപ്പെടുന്നില്ല. മറിച്ച് നെയ്മർ ജൂനിയറെ സെൻട്രലിൽ കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ കളി മെനയാൻ വേണ്ടി കുറച്ചുകൂടി സെൻട്രിഷ് ആയിട്ട് കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പർ 10 റോളിലോ അല്ലെങ്കിൽ അതിനോട് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ പ്ലേ മേക്കിങ്ങിന് ഉതകുന്ന രൂപത്തിൽ നെയ്മറെ കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പുതിയ റോളിലായിരിക്കും നെയ്മർ. അത് പക്ഷേ ഫുൾ ടൈം ഉണ്ടാവില്ല. 2ാം പകുതിയിൽ കുറഞ്ഞ സമയമൊക്കെ നെയ്മറെ കളിപ്പിച്ചേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ട്രെയിനിങ്ങോടുകൂടി കൂടുതൽ വ്യക്തത വരും. പിന്നെ മയാമിയിൽ വെച്ച് കോച്ച് നാളെ മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കും. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.